നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. 115 സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുലിഖിതം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നോളം ഈ ശുശ്രൂഷകളിലൂടെ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹത്തിനും കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം, അതരം തുറന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. യേശുവേ, യേശുവേ, മാറാനാത്ത പ്രോഗ്രാമിലൂടെയും എൽ ഷദായ് വചന ശുശ്രൂഷകളിലൂടെയും അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെയും റാഫ യഹോവ ശുശ്രൂഷകളിലൂടെയും അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന എല്ലാ വചന ശുശ്രൂഷകളിലൂടെയും ഇന്നോളം അവിടുന്ന് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരോടും ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ഉന്നത നാമത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. ഓ രാജാവേ, അത്ഭുതങ്ങളുടെ കർത്താവേ, മഹത്വവും സ്തുതികളും പുകഴ്ചകളും അങ്ങയുടെ നാമത്തിന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. കരങ്ങൾ ഉയർത്തി അടിച്ച് മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കർത്താവേ, അവിടുന്നാണ് മഹത്വമുള്ളവൻ, അവിടുന്നാണ് ഏക പരമാധികാരി. നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചിതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് ഞങ്ങളുടെ ജീവിതം. അവിടുന്ന് മാത്രം ഏക കർത്താവ്, അവിടുന്ന് മാത്രം ഏക ദൈവം. ആരാധന, ആരാധന. മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്. കരങ്ങൾ ഉയർത്തി അടിച്ച് മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. എല്ലാ ദൈവമക്കളും കർത്താവിനെ ആരാധിക്കുന്നു. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക.
എത്രയോ അത്ഭുതകരമായി അവിടെ നടത്തി, എത്രയോ അനുഗ്രഹങ്ങൾ അവിടുന്ന് ചൊരിഞ്ഞു, എത്രയോ നന്മകളാൽ അവിടുന്ന് സമ്പന്നമാക്കി. എല്ലാത്തിനും മഹത്വം തരുന്ന കർത്താവേ, ഞങ്ങൾ ചെറിയവരാണ്, ഞങ്ങൾ നിസ്സാരരാണ് കർത്താവേ. അവിടുന്ന് മാത്രം മഹത്വമുള്ളവൻ, അവിടുന്ന് മാത്രം ബലമുള്ളവൻ. ആരാധന, ആരാധന. ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ, അപ്പാ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ, അപ്പാ. യോഗ്യതയായി എനിക്കൊന്നുമില്ല, അപ്പാ. എന്റെ സർവ്വവും നീ തന്ന ദാനമല്ലോ. അപ്പാ. യോഗ്യതയായി എനിക്കൊന്നുമില്ല, എന്റെ സർവ്വവും നീ തന്ന ദാനമല്ലോ. മഹത്വം മഹത്വം യേശുവിന്, കരങ്ങൾ ഉയർത്തി അടിച്ച് മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. യേശുവേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, സ്വരം ഉയർത്തി സ്തുതിക്കുന്നു, കുടുംബങ്ങൾ ഒന്നിച്ച് സ്തുതിക്കുന്നു, സമൂഹങ്ങൾ ഒന്നിച്ച് ആരാധിക്കുന്നു. എല്ലാ മഹത്വവും എൻ്റെ യേശുവിന്, എല്ലാ സ്തുതികളും യേശുവിന്, എല്ലാ ആരാധന യേശുവിന്റെ നാമത്തിന്. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, മഹത്വത്തിന്റെ രാജാവേ, സ്തുതിയുടെ സിംഹാസനങ്ങളിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ എത്രയോ ചെറിയവരാണ് കർത്താവേ. അങ്ങയുടെ മുമ്പിൽ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരത്തിന് എന്താണ് ഞങ്ങൾക്കുള്ളത് കർത്താവേ? ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം തിരിച്ചുവിടാൻ പോലും കഴിവില്ലാത്ത പ്രയോജനരഹിതരായ ദാസരാണല്ലോ കർത്താവേ ഞങ്ങൾ. യേശുവേ, അവിടെ നിന്നാണ് ഞങ്ങളെ നട്ടത്, അവിടെ നിന്നാണ് നനച്ചത്, അവിടെ നിന്നാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മഹത്വം അങ്ങയുടെ തിരുനാമത്തിന് തന്നെ. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവേ. ഇന്നോളം കുടുംബത്തെ നയിച്ച കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് അപ്പസ്തോലിക സഭയെ അറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലിക സഭയിൽ നമ്മുടെ ദൈവമായ കർത്താവ് അനന്തകോടി അനുഗ്രഹങ്ങൾ നമുക്കോരോരുത്തർക്കും വേണ്ടി വച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പസ്തോലിക സഭയിൽ കർത്താവ് നൽകിയിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് പൗരോഹിത്യം. പൗരോഹിത്യത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വെച്ചിട്ടുണ്ട്. അതിൽ വളരെ ഹൃദ്യമായ ഒരു പൗരോഹിത്യ അധികാരമാണ് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാനുള്ള അധികാരം. ഒരച്ഛൻ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ദൈവ പൈതലിനെ ആശീർവദിക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് എന്ന് ഇന്ന് അനേകം ദൈവമക്കൾക്ക് പരിജ്ഞാനമില്ല. സാത്താൻ ആ മേഖലയെ അന്ധമാക്കിയിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അച്ഛൻ കാഞ്ഞിരപ്പള്ളി കൺവെൻഷന് ചെന്നപ്പോൾ അവിടെ തടിച്ചുകൂടിയ 10,000 ദൈവമക്കളുടെ മുമ്പിൽ ഒരു ദൈവ പൈതൽ വന്ന്
ഒരച്ഛൻ്റെ കയ്യിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചു. അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച്. ആ വ്യക്തിയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കത് നേരിട്ടൊന്ന് ശ്രവിക്കാം. എൻ്റെ പേര് റാണി ജോസഫ്, സ്ഥലം പുത്തൻകുരുട്ടി ഇടവകയാണ്. എൻ്റെ വയറിൻ്റെ മസിൽ 10 വർഷമായിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു. എൻ്റെ പ്രസവത്തോടുകൂടി സംഭവിച്ചതാണ്. എൻ്റെ മോനുണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വയറിൻ്റെ മസിൽ പൊട്ടി ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് പോലെ എൻ്റെ വയർ വീർത്തിരിക്കുകയായിരുന്നു. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. കുനിയുവാനോ ജോലി ചെയ്യുവാനോ കിടക്കുവാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വയറെ തൊട്ട് നോക്കിയാൽ അകത്തോട്ട് കൈ ഇറങ്ങിപ്പോകുന്ന പോലെ ഈ തൊലിയുടെ ബലത്തിൽ മാത്രമാണ് വയറ് നിന്നിരുന്നത്. വളരെയധികം സഹനങ്ങളായിരുന്നു. നടുവിന് വേദനയും ജോലി ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. 2011 മാർച്ച് മാസത്തെ 20-ാം തീയതി ധ്യാനത്തിൽ അട്ടപ്പാടിയിൽ പോയി താമസിച്ച് ധ്യാനിക്കുവാൻ എനിക്ക് ദൈവം ഇടവരുത്തി. അവിടെ വെച്ച് 2 ദിവസത്തിന് ശേഷം ജോയി അച്ഛൻ എന്ന അച്ഛൻ അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ ചെന്നു. എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഈശോ സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അച്ഛൻ എനിക്ക് തന്ന ആ വെഞ്ചരിച്ച എണ്ണ കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ചു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ ഭാരം പോയതുപോലെ അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ വയറിൽ തൊട്ട് നോക്കിയപ്പോൾ ഒരു വലിയ ബോളിനകത്ത് കാറ്റ് പോയതുപോലെ വയറ് പൂർവ്വസ്ഥിതിയിലാകുകയും എൻ്റെ മസിലുകൾ ബലപ്പെടുത്തുകയും ചെയ്തു. എന്നെ ശക്തിപ്പെടുത്തി, എന്നെ ബലപ്പെടുത്തി, എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരി രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ്. ഈ സഹോദരിയുടെ ഒരു പ്രസവത്തെ തുടർന്ന് മസിലുകൾ പൊട്ടിപ്പോയിട്ട് ഒരു വയറിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് എന്തൊക്കെയോ കുറേ സാധനം ഇട്ട് വെച്ച മാതിരിയായിരുന്നു വയറ്. തൊട്ടാൽ അതെങ്ങനെ അതേപോലെ കടന്ന് കളിക്കുക. ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയുടെ വയറുകൾ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കുറേ സാധനമൊക്കെ ഇട്ട് കടലാസൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ അതേമാതിരി ഇങ്ങനെ വയർ. അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് നിറച്ച് വെച്ചാൽ അങ്ങനെ അതേമാതിരിയായിരുന്നു വയറിൻ്റെ സ്ഥിതി. തൊലിയുടെ ബലം കൊണ്ട് മാത്രമാണ് അത്രയും കാലം അതേപോലെയായിരുന്നു സ്ഥിതി. ഇതൊരു മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അട്ടപ്പാടിയിൽ ഒരച്ഛൻ ഒരു കൊച്ചച്ഛൻ, അതായത് പട്ടം കിട്ടിയിട്ട് ഇത്ര പ്രായമാകണം നിർബന്ധമൊന്നുമില്ല ദൈവശക്തി പ്രകടമാകാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചച്ഛൻ, ആ അച്ഛൻ വെഞ്ചിരിച്ച എണ്ണ ഒരു തുള്ളി അങ്ങോട്ട് കൊടുത്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ വയറ് ചുരുങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് അങ്ങോട്ട് വിട്ട് സീറ്റിൽ ചെന്നിരുന്ന് നോക്കുമ്പം ഇതാ വയറ് ചുരുങ്ങി സാധാരണ മസിലിന് ബലമായി, പേശികൾക്ക് ബലമായി, സാധാരണ വയറായി. ദൈവം അനുഗ്രഹിച്ച് ഇതാരോഗ്യത്തോടെ തന്നെ ഇപ്പോഴും ഇവിടെ വന്ന് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്നായിട്ട് കൈകൾ ഉയർത്തി വീശി വീശി കൈയടിച്ച് യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എത്രയോ ഉന്നതമായ വിധത്തിലാണ് കർത്താവിൻ്റെ ശക്തി ആ ദൈവ പൈതലിൻ്റെ മേൽ വ്യാപരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട് സ്നേഹിതരും ബന്ധുക്കളും മിത്രങ്ങളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നിസ്സഹായർ. ആർക്കും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. പോലീസിനെയും പട്ടാളത്തെയും വിളിച്ചിട്ട് കാര്യമില്ല, സന്നദ്ധ സംഘടനകൾ ഇറങ്ങിയിട്ട് കാര്യമില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ പൗരോഹിത്യത്തിൻ്റെ ഒരാശീർവാദം, അവിടെ ദൈവശക്തി ഇത് കീഴ്മേൽമാർ അത്ഭുതകരമായ വ്യത്യാസം ഉണ്ടാക്കി. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതത്തിൽ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും വേണ്ടി ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടി വഴി ദൈവം ഉറപ്പിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണിത്. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഈ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. നമുക്കത് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് തന്നെ വായിച്ചു കേൾക്കാം. പ്രഭാഷകൻ 45-ാം അധ്യായം 15-ാം തിരുലിഖിതം. മോശ
അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം, ആകാശമുള്ളിടത്തോളം, ആകാശം പോലെ നിത്യമായൊരു ഉടമ്പടി വഴി ദൈവം ഒരു കാര്യം ആരോനും അവൻ്റെ പിൻഗാമികൾക്ക് വേണ്ടി ഉറപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്താണ് അധികാരം? കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാനുള്ള അധികാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാൻ ഒരച്ഛൻ്റെ മേൽ കർത്താവ് ഈ അധികാരം വെച്ചിരിക്കുകയാണ്. അച്ഛൻ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആശീർവാദം സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു അത്ഭുത ശക്തി പ്രവഹിക്കുന്നു. ഞാൻ മറ്റൊരു സംഭവം ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വൈദികരുടെ താമസിച്ചുള്ള ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിൽ വളരെ ഉന്നതമായ ബിരുദാനന്ദ ബിരുദങ്ങൾ എടുത്ത ഒരു പണ്ഡിതനായൊരു വൈദികൻ, ആ വൈദികന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഒരു അന്ധവിശ്വാസം പോലെ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അട്ടപ്പാടിയിൽ എൻ്റെ കൂടെ നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുത്രൻ പിതാവിനോടുകൂടെ എന്ന പോലെ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബിനോയ് കരുമരുതിങ്കൽ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്തേക്ക് ഈ അച്ഛനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ബിനോയ് അച്ഛൻ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് പല ശുശ്രൂഷകളും ചെയ്തു. എന്നാൽ അച്ഛനൊരു അനുഭവം വരുന്നില്ല. ഉടനെ ബിനോയ് അച്ഛൻ ഒരു ആശീർവാദം കൊടുക്കാൻ തീരുമാനിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു നിമിഷം അവിടെ ഇരിക്കുക. അതിനുശേഷം അച്ഛൻ ബിനോയ് അച്ഛൻ എഴുന്നേറ്റ് ദൈവത്തിൽ ആശ്രയിച്ച് യേശുവിനെ നാമം വിളിച്ച് ഈ അച്ഛൻ്റെ മേലൊരു ആശീർവാദം കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ വർഷങ്ങളായി സൗഖ്യമില്ലാത്ത ഒരു രോഗി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ എന്തായാലും ശരി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അച്ഛൻ്റെ പെങ്ങൾ ഫോൺ എടുത്തു. ആ പെങ്ങളുടെ പ്രസവത്തിന് ശേഷം 8 വർഷമായി മുറിവ് കരിയാതെ പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് കുടുംബാംഗങ്ങൾക്കെല്ലാം വലിയ ദുഃഖവും പ്രയാസവുമായിരുന്നു. അച്ഛനിവിടെ ധ്യാനിക്കുമ്പോൾ അനേക കിലോമീറ്ററുകൾക്കകലെ അങ്ങകലെ വിദൂരത്തൊരു നാട്ടിൻപുറത്ത് ഒരു കുടുംബത്തിലൊരു സഹോദരി 8 വർഷമായി പ്രസവത്തെ തുടർന്ന് ഓപ്പറേഷനെ തുടർന്ന് ആ മുറിവുകൾ കരിയാതെ നിരന്തരം പഴുപ്പും ചലവും വന്നുകൊണ്ടിരുന്ന ആ വേദനയുമായിരിക്കുന്നു. കുടുംബത്തിന് നിത്യ ദുഃഖമായിരുന്നു ഈ സഹോദരിയുടെ ഈ കരിയാത്ത ആ ഉദരത്തിലെ മുറിവുകൾ. എന്നാൽ ഇവിടെ അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ബിനോയ് അച്ഛൻ ഒരാശീർവാദം കൊടുത്തപ്പോൾ അവിടെ കുടുംബത്തിൽ ആ സഹോദരിയുടെ മുറിവുകൾ തൽക്ഷണം കരിഞ്ഞ് ഉണങ്ങിയതായി ഈ അച്ഛൻ ഫോൺ ചെയ്തപ്പോൾ സഹോദരി വിളിച്ച് പറഞ്ഞു. ആ അച്ഛന് വലിയ ബിരുദാനന്ദ ബിരുദങ്ങളൊക്കെ നേടിയ അച്ഛന് ഈ ഇങ്ങനെയുള്ള പൗരോഹിത ശുശ്രൂഷകളെക്കുറിച്ചുള്ള അത്ഭുതകരമായ ഉൾക്കാഴ്ചകളും ജ്ഞാനവും നിറഞ്ഞ് അച്ഛൻ സാക്ഷ്യ സമയത്ത് എല്ലാ അച്ഛന്മാരും ഓരോ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ വ്യാഴാഴ്ച ദിവസം സ്റ്റേജിൽ വന്ന് ഇതെല്ലാവരുടെയും സാക്ഷ്യത്തിനായി ഈ കാര്യം അങ്ങോട്ട് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു ആശീർവാദം കൊടുക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തി പിതാവായ ദൈവം അയക്കുക തന്നെ ചെയ്യും. ഈ കൂടെ തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സ്ലീഹന്മാർക്ക് കർത്താവ് കൊടുത്തൊരു അഭിഷേകമാണ്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ബ്ലെസ്സിങ് ചെയ്യുക, ആശീർവദിക്കുക, സമാധാനം ആശംസിക്കുക, സൗഖ്യം ആശംസിക്കുക, കൃപ ആശംസിക്കുക, നന്മ ആശംസിക്കുക. അങ്ങനെ ആദ്യം തന്നെ വീടിന് സമാധാനം ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരികെ പോരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരോഹിത്യ ശുശ്രൂഷകളെ ഹൃദയം കൊണ്ട് നമ്മൾ അംഗീകരിക്കണം.
പൗരോഹിത്യത്തിൻ്റെ ഓരോ ശുശ്രൂഷകളിലും പങ്കുചേരുമ്പോൾ ഒരു സംശയക്കാരനെ പോലെ, ഒരു മുട്ടായുക്തിക്കാരനെ പോലെ, ദൈവത്തെ പരീക്ഷിക്കുന്നവനെ പോലെ നീ അവിടെ നിൽക്കരുത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. പ്രിയ ദൈവപൈതലേ, ഇതിനു മുമ്പ് പല ആശീർവാദം കിട്ടിയിട്ടൊന്നും നടന്നില്ലല്ലോ, ഇതൊക്കെ ശരിയായിരിക്കുമോ? പ്രിയ ദൈവപൈതലേ, ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള കുരിഷ്ട ചിന്തകൾ ചിന്തിച്ച് നിൽക്കുമ്പോൾ നിനക്ക് തന്നെയാണ് നഷ്ടം. നിന്റെ ആത്മീയ അഭിവൃദ്ധിയാണ് നഷ്ടപ്പെടുന്നത്, നിന്റെ ആത്മീയ അഭിഷേകമാണ് നഷ്ടപ്പെടുന്നത്, നിന്റെ ഭൗതിക മേഖലകളിൽ ദൈവത്തിൻ്റെ ഇടപെടലാണ് നീ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ ദൈവം ആഗ്രഹിക്കുന്നത്? നീ ഒരു പൗരോഹിത്യ ശുശ്രൂഷയെ സ്വീകരിക്കാൻ തക്ക വിധമുള്ള ഒരുക്കമുള്ളൊരു വ്യക്തിയാവുക. നിന്റെ കുടുംബത്തെ പൗരോഹിത്യ ശുശ്രൂഷ വഴി ആ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ ദൂതൻ വരാൻ, സൗഖ്യത്തിൻ്റെ ആത്മാവ് വരാൻ, ദൈവത്തിൻ്റെ കൃപ വരാൻ, ദൈവത്തിൻ്റെ രാജ്യം വരാൻ നിന്റെ കുടുംബത്തെ നീ ഒരുക്കുക. അതിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന അവസ്ഥയിൽ കുടുംബത്തെ നീ രൂപാന്തരപ്പെടുത്തുക. ഇതല്ലേ നിന്റെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്? ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ വായിച്ച പുസ്തകങ്ങൾ, കേട്ട പ്രസംഗങ്ങൾ, കൂട്ടുകൂടിയ വ്യക്തികൾ, ഇവരിലൂടെയൊക്കെ വന്ന ഓരോ തരത്തിലുള്ള കള വിതയ്ക്കുന്ന ഉപദേശങ്ങൾ, ഇടർച്ച ദുരുപദേശങ്ങൾ, അതെല്ലാം കഴുകാൻ പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി, ഓ പരിശുദ്ധാത്മാവേ, ഓ പിതാവേ, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, കൃപയും ജ്ഞാനവും നൽകുന്ന ആത്മാവിനെ അയക്കണമേ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗീയ പിതാവേ, ഈ കുടുംബങ്ങളുടെ അവസ്ഥകൾ അറിയണമേ, ഈ ജീവിതങ്ങളുടെ അവസ്ഥകൾ അറിയണമേ, ഈ ആത്മാക്കളുടെ അവസ്ഥകൾ അറിയണമേ. ഇപ്പോൾ ആത്മാവിനെ അയക്കണമേ, ആത്മാവിനെ അയക്കണമേ. എന്നകദാരിത ഒരുങ്ങി ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നകദാരിത ഒരുങ്ങി വൻകൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വൻകൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന. എന്നെ അഭിഷേകം ചെയ്യണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുലിഖിതം. കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് അയക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നിടത്ത് അത്ഭുതമുണ്ട്. കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് വരച്ച ഈശോയെ ഉറക്കെ വിളിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. രോഗികളും കുട്ടികളും ക്ഷീണിതരും സകലരും കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച നമ്മുടെ രക്ഷിതാവായ കർത്താവിനെ ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ,
അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, Hallelujah, Maranatha. Come, Lord Jesus.